അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് ഉള്ള യാത്ര ഇത് എവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണോ? രാവിലെ കുഞ്ഞോതിക്ക് ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഉണ്ട് അല്ലേ കുഞ്ഞോരെ? ചില കഴിഞ്ഞ് മാറുമായിരിക്കും. ഓക്കെ ആണ്. എന്നാലും എന്തേ ഞങ്ങൾ യാത്ര ഇടപെട്ടിന്ന് പുറപ്പെടും. കൃത്യം 4 മണിക്ക് പോകണമെന്ന് ഓർത്തതാ. 4:30-ക്കാണ് പോകാൻ പറ്റിയത്. ആദ്യമായിട്ടല്ലോ കുഞ്ഞോരെ അവരെ ഈ സ്ഥലം ഏതാന്ന് ചോദിച്ചിപ്പോ കറക്റ്റ് പറഞ്ഞ ആള് കുഞ്ഞോരെ മാത്രമേ ഉള്ളൂ. അറിയാമോ ഇന്നലെ 7 മണിക്ക് കയറി കിടന്നതാ വീട്ടില്. എന്നിട്ട് ഉറക്കം തീർന്നില്ല. പിന്നെ കിളി കറക്റ്റ് പെരുമ്പാവൂരായി. ഏറ്റവും കൂടുതൽ തടിയെന്ന് പറഞ്ഞ സ്ഥലമാണ് പെരുമ്പാവൂര്. കുഞ്ഞോറിയ ഈ ഉറക്കത്തിലേക്ക് ഇരുന്നു. വണ്ടിക്ക് അത് ലോഡില്ലാത്തതുകൊണ്ട് അതിന് ചാട്ടമുണ്ട്. എന്നാലും കുഞ്ഞോറിയ ഈ മയങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും കൂടുതലുണ്ട് ഇതിനകത്ത്. എല്ലാവരും എങ്ങനെ കിടക്കണേന്നുള്ളത് അത് നേരം വെളുത്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരെയും എങ്ങനെ കിടക്കണേന്നുള്ള സ്ഥലം എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പിള്ളേർക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് നിർത്തി കൊടുത്തപ്പോൾ ഒരു ദയനീയമായ കാഴ്ചയാണ്. ഒരു കാക്ക ഒരു കാലേ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ സങ്കടാവുന്നുണ്ട്. രാവിലെ ഏറ്റു കഴിഞ്ഞപ്പോൾ എല്ലാവരും നേരത്തെ ഏറ്റല്ലേ, 3-3:30 ആക്കിയപ്പോഴത്തേക്ക് ഏറ്റല്ലേ. വിശക്കുമെന്നും പറഞ്ഞ് ഒരുത്തി രാവിലെ ഞാൻ പാലിയേക്കര ടോളിൽ വന്നപ്പോൾ വട മേടിച്ചു കൊടുത്തു. വടയുടെ മണം കിട്ടിയപ്പോഴത്തേക്കും ഒരു ചെറുത് ഇവിടെ ഏറ്റിരിപ്പുണ്ട്. ഭയങ്കര ഉറക്കമായിരുന്നു ആദ്യം. മുന്നേയൊക്കെ നല്ല വട തന്നുകൊണ്ടിരിക്കുക. എന്താ വടയുടെ മണം വന്നപ്പോഴത്തേക്കും എല്ലാം പയ്യെ ഏറ്റേ. പക്ഷെ ഒരാൾ മാത്രം ഒന്നും അറിയാതെ പോത്തോലെയാണ് പുതച്ചു പിടിക്കണം തോന്നുന്നു. AC നടപ്പാന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് AC ഓഫ് ചെയ്തു. സിഗ്നല് കാത്ത് കിടക്കുക. രാവിലെ ഉണ്ട് നല്ല ബ്ലോക്കായി സമയത്ത്. മറിയമ്മയ്ക്ക് സമൂസ കൊടുക്കാം. മറിയമ്മയ്ക്ക് ഇഷ്ടമുള്ളതെന്ന് ചോദിക്കും. ഇപ്പോൾ വിളിക്കണ്ട. ഇപ്പോൾ വിളിച്ച ആള് നിങ്ങളെ പിടിച്ചില്ലേ. തോന്നോണം അതിന് മുകളില് കനാലാണ്. അതിന് വെള്ളം കൊണ്ടു കുഞ്ഞോരെ. ഇതിന്റെ മേളില് വെള്ളം കാണത്തില്ല. നമ്മുടെ വീട്ടിലുള്ള കനാലില്ല, അതുപോലെ കനാലിന്റെ ഭാഗമാണ്. അതിനപ്പുറം വെള്ളം പോണ്ട്. അല്ലാതെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി കുളിക്കാറുണ്ട്. കുളിച്ചിട്ട് ഈ ഹൈവേയുടെ തൊട്ട് മുകളിലല്ലേ, അപ്പോൾ അതിലേക്ക് പോലീസുകാർ വന്ന് വിലക്കിയത്. ഒരു പൊത്തിക്കോടെ കയറി റോഡിൽ കൂടെ അപ്പുറത്ത് പോയി ചാടും. ഒരു മലയിൽ വലിയൊരു പൊത്താണ് കുറച്ചേക്കണേ. അതിനൊരു തുരങ്കം നീ കണ്ടിട്ടുണ്ടോ? ശ്വാസം കൊണ്ടുപോകില്ല. അത് ശ്വാസം നമുക്ക് ഏത് വലിച്ചുകളെയുള്ള സംഭവങ്ങളൊക്കെ തുറക്കും. നമുക്ക് ഓക്സിജന് അങ്ങനത്തെ ലെവല് നടത്താനുള്ള സംഭവങ്ങൾ ഫാൻ
റോട്ടിൽ നിന്ന് അപ്പുറത്തെ തുറക്കത്തിലേക്ക് കയറാം. ഇതിനുള്ള വഴി ഇതാണോ ഇത്? ഈ വലതുവശത്ത് വേണോ? ഈ വഴി കൂടെ മറ്റേ തുറക്കത്തിൽ അപ്പുറത്തെ തുറക്കത്തിലേക്ക് കയറാം. അതെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും വഴി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അല്ലാണ്ട് പോകത്തില്ല അങ്ങോട്ട്. അല്ലാതെ പോകുന്നില്ല. പുറത്തിറങ്ങി നല്ല രസമുണ്ട്. ഇതേതാ പന്നിയങ്കര ടോള്. പന്നിയങ്കര നമ്മളിപ്പോ രണ്ടാമത്തെ ടോളാണ് നടക്കുന്നത്. നമ്മൾ ഓരോ ടോള് കടന്നു പോകുമ്പോഴും വണ്ടിയുടെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ടോൾ നടന്നത് നമ്മൾ 320 രൂപ കൊടുത്തു. ഈ ടോളിൽ നമ്മൾ കിടക്കുമ്പോൾ 350 രൂപ. ഇപ്പൊ ടോളില്ല, ഇനി വാളയാറിലെ ടോളുണ്ട്. വാളയാർ പരമശിവത്തിന്റെ നമ്മൾ വാളയാറിലെ ടോളില്ല, നമ്മൾ പാലക്കാട് തിരിച്ചു പോലും നമ്മൾ മണ്ണാർക്കാടല്ല. ശരിക്കും മണ്ണാർക്കാട് ടൗണിലെ മുനിസിപ്പാലിറ്റി ചെടിച്ചട്ടികളാണ് സൈഡിൽ കൂടെ നിറയെ ഉണ്ട്. ഈ സൈഡിൽ 2 സൈഡിലായിട്ടുണ്ട്. ഓരോ കടയുടെ മുമ്പിലുള്ളവരും ഓരോ നനയ്ക്കും. അത് എല്ലാ ദിവസവും നനയ്ക്കും. അതിൻ്റെ സംരക്ഷണം ഓരോ കടക്കാർ പൊതുവായിട്ട് മുനിസിപ്പാലിറ്റി നോക്കും. അത് കൂടാതെ നനയ്ക്കും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും. എല്ലാ ചെടിയും തന്നെ നന്നായിട്ടായിട്ട് നല്ല ഭംഗിയുണ്ട്. ടൗണിൻ്റെ അങ്ങനെയാണ് ഏറ്റവും പോലെ മുഴുവൻ പിടിക്കാൻ പറ്റിയില്ല. ഭംഗിയുണ്ടല്ലേ? നമ്മുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് ഇത് മാതൃകയാക്കാവുന്ന അവർക്ക് നനയ്ക്കാൻ സമയമില്ല. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തി. കറക്റ്റ് ബാറിൽ വെച്ച് കൊടുത്തു ഇറങ്ങാൻ വേണ്ടി എളുപ്പത്തിന്. അവർക്ക് ശരിയില്ല. താഴെ ചവിട്ടിക്കോ, സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. ഇവിടെ മയിൽ ഇപ്പുണ്ട്. മയിൽ അത് മറഞ്ഞു പോയി. ഇപ്പോൾ കാണിക്കും. അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇവിടുന്ന് റൂമിലേക്ക് വിടാം. റൂമിൽ പോയി റെഡിയായി വന്ന് ഭക്ഷണം കഴിച്ച് കറങ്ങാൻ പോവാം. എനിക്ക് പേടി ഇറങ്ങാനായിട്ട്. നീ ഇറങ്ങിക്കോ, ഈ വാറിലേക്ക് ചവിട്ടിക്കോ, കുഴപ്പമില്ല. ഇല്ലടി, നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കടി. പറയാടി, നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ കുഞ്ഞുറി, അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. പൊത്തോടെയാ. ഞാനൊക്കെ എത്ര കയറ്റം ഇറക്കം കയറണടി ഇതിലൊക്കെ. അവിടെ നിന്നോ, ചാടിക്കോ. എടുത്തി ചാടിക്കോ. ചാടി. വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ലോഡ് കയറ്റേണ്ടത്. ഞങ്ങളിവിടെ വണ്ടി ലോഡ് കയറ്റാൻ വെച്ച് കൊടുത്തിട്ട് ഞങ്ങളിവിടുന്ന് ഒരു വണ്ടി എടുത്ത് ഞങ്ങൾ കറങ്ങാൻ പോവാം. ആ വണ്ടി ഇപ്പം തന്നെ ഒരാൾ കൊണ്ടുവരും. അത് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. മണ്ണാർക്കാടിൽ ഞങ്ങളെ ടോമിച്ചേട്ടൻ്റെ കാറുമായിട്ട് ഇപ്പോൾ ടോമിച്ചേട്ടൻ വരും. അങ്ങനെ ടോമിച്ചേട്ടൻ നമ്മളതിൽ വണ്ടിയൊക്കെ തന്ന് ഞങ്ങൾ കാറിൽ യാത്ര ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. പോയി എന്തായാലും കഴിക്കണം. ടോമിച്ചേട്ടനടുത്ത് കാപ്പി കുടിച്ചോളാൻ പറഞ്ഞു. ടോമിച്ചേട്ടൻ ഞങ്ങൾക്ക് തന്ന നല്ല ഫ്രഷ് മാങ്ങാപ്പഴം, നല്ല അൽഫോൺസ മാങ്ങാപ്പഴം ടോമിച്ചേട്ടന്റെ വീട്ടിലുണ്ടായ മാങ്ങാപ്പഴം ചെന്നതേ തന്നാണ്. എവിടെയെങ്കിലും പോയി നമുക്ക് ഇനി എവിടെയെങ്കിലും പോയി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷായി പെട്ടെന്ന് ഡ്രസ്സും മാറി നമുക്ക് ഇറങ്ങാം. അധികം സമയമില്ല നമുക്ക് ഇറങ്ങാനായിട്ട്. ചെറിയ സമയം കൊണ്ടൊക്കെ കറങ്ങിയിട്ട് നമുക്ക് വൈകുന്നേരം തന്നെ തിരിച്ചു പോകാനല്ലേ. മാങ്ങാപ്പഴത്തിൻ്റെ മണം കാരണം കാറിനകത്തിരിക്കാൻ പറ്റുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്.
അവിടെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഫ്രഷായി അധികം താമസിയാതെ പോകും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരിടവും കാണാനൊന്നുമല്ല, വെറുതെ ലോഡ് ഒരു വൈകുന്നേരത്തൊക്കെ കേട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് സമയം കൊണ്ട് ചുമ്മാ ഒന്ന് ഈ അട്ടപ്പാടി ചുരമൊക്കെ ഒന്ന് കണ്ട് തിരിച്ചങ്ങ് പോരാം എന്നുള്ള രീതിയിൽ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ദോശ അല്ലേ. ഇഷ്ടപ്പെട്ടോ? കുഞ്ഞറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഞ്ഞറി എന്നൊക്കെ കഴിച്ചു. ദോശയും ചട്നി. നല്ല ചൂടല്ലേ പുറത്ത്. ശരിക്കും ആ മുകളിലത്തെ മല നമുക്ക് കയറി പോകണല്ലോ ഫുള്ളായിട്ട്. അത് കയറി പോയാലേ അങ്ങ് മണ്ട ചെല്ലുള്ളൂ. നമുക്ക് ജസ്റ്റ് ചുരം കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി, പോരാം. അതേ മല മുഴുവൻ കയറണ്ടേ. അത് ആനയുള്ള കേട്ടോ. കുഞ്ഞൂരേക്ക് ആനയെ പേടിയുണ്ടോ? കുഞ്ഞൂരുടെ മുഖം നോക്കിയിട്ട് കാണിച്ചിട്ട് ആനയെ പേടിച്ചിരിക്കും. ചെക്ക് പോസ്റ്റ്, നമ്മുടെ ചുരം കയറാനുള്ള ചെക്ക് പോസ്റ്റ് ഇതാണ്. ഇവിടുന്ന് സൈലന്റ് വാലിയിലേക്ക് 34 കിലോമീറ്റർ സ്ഥലം. ചുരം നല്ല രസം. നമ്മൾ ഇത്ര നേരം അന്നേരം വഴി കുറച്ച് മോശമായിരുന്നു കേട്ടോ. നമ്മൾ നല്ല വഴി കൂടെ വന്നിട്ട് പിന്നെ വഴി കുറച്ച് മോശമായിരുന്നു. ഈ വളവും തിരുവൊക്കെ കയറി പോകണം. നല്ല ഫുൾ രണ്ട് സൈഡ് ഫോറസ്റ്റ്, ഭയങ്കര ഗ്രീൻ. നല്ല രസം. ഇങ്ങറേ ഈ ചുരം എന്ന് പറഞ്ഞാ ഇങ്ങറേ ഏതാ മറ്റേ ഗുഹ പാറ വിളിച്ചിട്ടുള്ള തുറക്കല്ല, ഇങ്ങനെ കയറ്റവും ഇറക്കവും വളവുകളൊക്കെ ഉള്ള സ്ഥലം. പച്ചപ്പല്ലേ, നല്ല ഉണക്കിന്റെ സമയല്ലേ. പച്ചപ്പ് എന്ത് രസമല്ലേ. ഇതുപോലെ മഴയുള്ളപ്പോഴേ അല്ല മഴയില്ലാത്തപ്പോഴേ അത്ര പച്ചപ്പാ അത് തേയിലല്ല, എന്തോ ഒരു പുല്ല് ഉണ്ടായി വന്നിരുന്നോ, കാട്ടുപുല്ല്. ചുരം കയറി വന്നു കഴിഞ്ഞാൽ നിർത്തി. ഇവിടെ ചെറിയൊരു തണലൊക്കെ ഉണ്ട്, ഇവിടെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഫോട്ടോ ഒക്കെ എടുത്തല്ലേ ഇവിടെ വന്നു. ചെറിയൊരു സെൽഫി എടുത്തിട്ട് പോവാം. ഫോട്ടോ എടുത്താൽ വേറെ പ്രശ്നം കൂടെ ഉണ്ട്. അപ്പടി കുരങ്ങന്മാരാ ഫോൺ വല്ലതും മേടിച്ചോണ്ട് പോകും. എന്തിനാ കുരങ്ങൻ ഫോൺ കൊണ്ടാണ്? എന്തിനാ കുഞ്ഞേ ഫോൺ കുരങ്ങൻ കൊണ്ടാണ്? ഗേൾഫ്രണ്ടിനെ വിളിക്കാനായിരിക്കും. എന്നാ നീ കുരങ്ങനെ ഗേൾഫ്രണ്ടിനെ വിളിക്കണ്ട. അപ്പൊ ഇവിടെ ഒരു കടയിൽ ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടു. അത് മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടോ. പല ഐറ്റംസ് ഉണ്ട്. ഇതാണ് ഞങ്ങൾ പോയ വണ്ടി. ലോറിയിൽ ലോഡ് കയറ്റാൻ വേണ്ടി അവിടെ വെച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിട്ട വണ്ടിയാണ്. നമ്മൾ തൊടുപുഴയിൽ നിന്നും ലോറിയും കൊണ്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അട്ടപ്പാടിക്ക് ഫുള്ളായിട്ട് ലോറിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് തന്നെ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു. നമ്മുടെ മണ്ണാർക്കാടുള്ള ടോമിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇവിടെ. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ടോമിച്ചേട്ടൻ ഒരു മടിയും കൂടാതെ വണ്ടി ഞങ്ങൾക്ക് തന്നു. എങ്ങോട്ടോ എന്താന്ന് പോലും ചോദിച്ചില്ല. നിങ്ങൾ വണ്ടി കൊണ്ടുപോക്കോ എന്ന് മാത്രമേ പറഞ്ഞത്. വെന്നു എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, നിങ്ങൾക്ക് പറ്റുമോ എന്ന് മാത്രമേ ചോദിച്ചത്. പക്ഷേ
പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു വണ്ടി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു വണ്ടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒന്ന് നടത്തി തന്നു. ഞങ്ങളെ റൂമിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഞങ്ങളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അതുപോലെ വെയിറ്റ് ചെയ്തു. അതെ, ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് വൈകുന്നേരം തന്നു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങള് ഉച്ചയ്ക്ക് പറഞ്ഞില്ല, അതുപോലെ ഞങ്ങൾക്ക് നന്നായിട്ട് നല്ല മാമ്പഴം തന്നു. എല്ലാത്തിനും ടോമിച്ചേട്ടന് ഇതാണ് ഞങ്ങളുടെ ടോമിച്ചേട്ടൻ. ടോമിച്ചേട്ടൻ ഇവിടെ ചെറിയ കൃഷിക്കാരനാണ്. അപ്പം ടോമിച്ചേട്ടന് എല്ലാവിധ നന്ദി. താങ്ക്സ്. നമ്മുടെ ഇന്നത്തെ പരിപാടി കറക്കമെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മണ്ണാർക്കാട് തന്നെ എത്തി. മണ്ണാർക്കാട് നിന്ന് ഞങ്ങളിത് കണ്ടോ ലോഡൊക്കെ കയറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് അവിടെ. ഇത് എൻ്റെ കൂട്ടുകാരൻ ജോമറ്റിൻ്റെ വണ്ടിയാണ്. അത് ലോഡ് കയറ്റിയിരിക്കണം. ഞങ്ങൾ രണ്ടും തൊടുപുഴയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഞങ്ങളിത് ഇതൊരു സെറ്റാകാൻ പോവാണ്. അപ്പം ഇനിയിപ്പം ഇടയ്ക്കൊന്നും കാണാൻ പറ്റുന്ന അറിയത്തില്ല. എന്നാലും വീണ്ടും കാണും വരെ വണക്കം. അപ്പം ഞങ്ങളിത് വണ്ടിയിലേക്ക് പോകണം. ടാറ്റാ. ലോറിക്കകത്ത സൗകര്യം ഇതൊക്കെയാണ്. ലോറിക്കകത്ത് ഇത്ര സൗകര്യമുണ്ട്. ഉണ്ടോ? കുഞ്ഞൂരെ കിടക്കണുണ്ടോ? ഒരാൾക്ക് അവിടെ കിടക്കാം, മറിയമ്മയ്ക്ക് അവിടെ കിടക്കാം, മിന്നായിക്ക് ഇവിടെ കിടക്കാം, ഇവിടെ നീളത്തിൽ കിടക്കാം. ഇരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലോറിക്കകത്ത സൗകര്യം. എല്ലാവർക്കും കിടക്കാം സുഖമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലോറി യാത്ര? ഇഷ്ടപ്പെട്ടോ കുഞ്ഞൂരെ? ഇനി പോവോ? ഇനി പോണോ? ഇതൊക്കെ അപ്പയൊക്കെ എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ രാത്രിയിലൊക്കെ സമയത്ത് ഓടിച്ച് ആ കഷ്ടപ്പാടൊക്കെ നിങ്ങളെ അറിയിക്കാനാണ്. നീവെങ്ങനെയാണോ ഒരു കൂട്ടൊക്കെ അടിച്ചിട്ട്? ഒരു കുട്ടി പൂത്തി 2 ലക്ഷത്തിന്റെ പക്ഷെ അവർ ഒരു പൈസ മേടിച്ചു, 45 രൂപ മേടിച്ചു. ഒരു കുറ്റിപ്പുട്ടൊന്നും കഴിക്കത്തില്ല. 2 ലക്ഷം പൊട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? 45 രൂപ മേടിച്ചു. ഇനിയിപ്പോ ചേച്ചിമാരെ പറഞ്ഞ പോലെ നമ്മളെല്ലാരും ഇവിടെ സെറ്റ് ആയിരിക്കും. ഇതിനെക്കൂടി ഇതിനകത്ത് സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ കിടക്കാൻ സൗകര്യവും ഇവിടെ ഒരു ഇത് ഞങ്ങള് ബെഞ്ചായിരുന്നു, അവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പില്ലോ വെച്ചു. എന്നിട്ട് ഇവിടെ കിടക്കാം. ഇവിടെ ഒരു കൃഷി പോലത്തെ ഒരു സാധനം ഉണ്ടോ? എന്നിട്ട് ഇവിടത്തെ ബെഡിലോട്ട് തല വെച്ച് കുഞ്ഞുമറി കിടക്കും. ഇതൊരു ബെഡാണ്. ഞാനിപ്പോ ഇരിക്കുന്ന ഈ പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട് നേരെ കാല് നീട്ടിയിട്ട് ഇങ്ങോട്ട് ഇരിക്കും. ഞാൻ ഈ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് കാല് നീട്ടിയിട്ട് കിടക്കും. ശരിക്കും 5 പേർക്ക് കിടക്കാം. പാവം ഡ്രൈവർ മാത്രമേ 4 പേർക്ക്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ തുടങ്ങിക്കോ. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും വിളിച്ച് ഏൽപ്പിച്ചേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നിറഞ്ഞ വേളയിൽ അകലെ